അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് 503 കപ്പലിൽ നിന്ന് കടലിൽ പതിച്ച ലൈഫ് ബോട്ടും ടാങ്കറും ആലപ്പുഴ തീരത്തടിഞ്ഞു. ലൈഫ് ബോട്ട് പറവൂരിലും ടാങ്കർ വളഞ്ഞവഴി തീരത്തും വീപ്പ ചെല്ലാനത്തുമാണ് അടിഞ്ഞത്. നിലവിൽ തീരത്തടിഞ്ഞ വസ്തുക്കളെക്കുറിച്ച് ആശങ്ക വേണ്ടെന്ന് ആലപ്പുഴ ജില്ലാ ഭരണകൂടം അറിയിച്ചു. അതേസമയം ചെല്ലാനത്തടിഞ്ഞ വീപ്പ കാലിയാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സാൽവേജ് കമ്പനി അംഗങ്ങൾ അമൃത വാർത്തകളോട് പ്രതികരിച്ചു. ലൈഫ് ബോട്ട് ഇന്നലെ രാത്രിയിലും ടാങ്കർ ഇന്ന് പുലർച്ചെയുമാണ് ആലപ്പുഴ തീരത്തടിഞ്ഞത്. ചെല്ലാനത്ത് വീപ്പയും തീരത്തടിഞ്ഞു. ഇവ അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 കപ്പലിൽ നിന്നുള്ളവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലൈഫ് ബോട്ടും ടാങ്കറും തീരത്തടിഞ്ഞ വിവരം നാട്ടുകാരാണ് അധികൃതരെയും പോലീസിനെയും അറിയിച്ചത്. ലൈഫ് ബോട്ട് ഇന്നലെ രാത്രിയിൽ തന്നെ കരയ്ക്ക് കയറ്റി. തീരത്തോട് ചേർന്ന് കടൽ ഭിത്തിക്കിടയിലാണ് ടാങ്കർ കുടുങ്ങിയത്. ടാങ്കറിൽ ഗ്യാസോ രാസവസ്തുക്കളോ ഉണ്ടെന്നായിരുന്നു ആദ്യം ആശങ്ക ഉയർന്നത്. എന്നാൽ കടലിൽ വീഴുന്ന കപ്പലിലെ വസ്തുക്കൾ നീക്കുന്ന സാൽവേജ് കമ്പനി അധികൃതർ സ്ഥലത്തെത്തി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. ടാങ്കർ ശൂന്യമാണെന്നാണ് കസ്റ്റംസിൽ നിന്ന് ലഭിച്ച പ്രാഥമിക വിവരം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആവശ്യപ്പെടുന്ന ആവശ്യമില്ല. പക്ഷേ എന്താണ് നിറയാണോ കാലിയാണോ നമുക്ക് വ്യക്തത വരുത്തിയില്ല. ഇവരുടെ അറിയിപ്പ് അനുസരിച്ച് കാലിയാണെന്നാണ് പറയുന്നത്. കപ്പലിൽ നിന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ അടക്കമുള്ള വസ്തുക്കൾ തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ എറണാകുളം ജില്ലയുടെ തെക്കൻ തീരങ്ങളിലും ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ തീരപ്രദേശങ്ങളിലും അടിയാൻ സാധ്യതയുണ്ട് എന്ന് കോസ്റ്റ് ഗാർഡും ഇന്റർനാഷണൽ ടാങ്കർ ഓണേഴ്സ് പൊല്യൂഷൻ ഫെഡറേഷനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം കൊച്ചി ചെല്ലാനത്ത് തീരത്തടിഞ്ഞ വീപ്പ കാലിയാണെന്ന് കണ്ടെത്തി. വാൻഹായ് കപ്പലിൽ നിന്നുള്ള വീപ്പയാണിതെന്നും അപകടകരമായ വസ്തുക്കൾ ഇല്ല എന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും സാൽവേജ് കമ്പനി അംഗങ്ങൾ അമൃത വാർത്തകളോട് പറഞ്ഞു. Actually, one ship has sunken before 2-3 days ago. That drum is belong to that ship. So actually it's belong to us. Now we have recovered this and we will dump on safe location. കൂടുതൽ വസ്തുക്കൾ തീരത്തടിയാൻ സാധ്യതയുള്ളതിനാൽ പോലീസും കോസ്റ്റ് ഗാർഡും ആലപ്പുഴ ചെല്ലാനം തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുടർച്ചയായി കപ്പലുകൾ അപകടത്തിൽപ്പെടുകയും വസ്തുക്കൾ തീരത്തടിയുകയും ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയും സാരമായാണ് ബാധിക്കുന്നത്. അതിനാൽ തന്നെ തീരദേശത്തെ ജനങ്ങളുടെ ആശങ്കകളും ഇരട്ടിക്കുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.